നമ്മുടെ ഇന്നത്തെ യാത്ര ഇടുക്കിയിലേക്കാണ്. ഇടുക്കിയിൽ ഒളിപ്പിച്ചു വെച്ച പ്രകൃതി സൗന്ദര്യം തേടിയാണ് ഇന്ന് നമ്മൾ ഇടുക്കിയിലേക്ക് ചെല്ലുന്നത്. മഴക്കാലം ഇടുക്കി കാണാൻ അതിസുന്ദരമാണ്. കോട പതഞ്ഞ് ചാറ്റൽ മഴയ്ക്കൊപ്പം പച്ച നിറച്ച കണ്ണിന് കുളിർമയേകുന്ന ഇടുക്കി. പുതിയ വ്ളോഗിലേക്ക് ഏവർക്കും സ്വാഗതം. പുന്നേർ വെള്ളച്ചാട്ടത്തെപ്പറ്റി കേട്ടിട്ടുണ്ടോ? ആരെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടോ? പുന്നേർ വെള്ളച്ചാട്ടത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് ഒന്ന് പോയി വരാം. കഞ്ഞിക്കുഴി പഞ്ചായത്തിൻ്റെ ഭാഗമാണ് ഈ വെള്ളച്ചാട്ടം. ഒരു ട്രെക്കിംഗ് അനുഭവമൊക്കെ കിട്ടുന്ന ഒരിടമാണ്. ചുറ്റും കാടാണ് എന്നൊക്കെ തോന്നുമെങ്കിലും മിക്കതും പ്രൈവറ്റ് പ്രോപ്പർട്ടികളാണ്. കിലോമീറ്ററോളം ദൂരം നടക്കാനുണ്ട്. ഇടയ്ക്കൊക്കെ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്, പിന്നെ ഇടയ്ക്കൊക്കെ മൺവഴികളാണ്. അങ്ങനെ ഇതിലൂടെ ഒരു 1/2 കിലോമീറ്ററോളം ദൂരം സഞ്ചരിച്ചിട്ട് വേണം ഇവിടെ എത്തിച്ചേരണമെങ്കിൽ തന്നെ. ഇടയ്ക്കൊക്കെ കശുമാവും കൊക്കോയും വാഴയും ഏലവും മാവും പ്ലാവും ഒക്കെ കാണാം. പ്ലാവൊക്കെ ഒത്തിരിയുണ്ട്. ഇറങ്ങുന്ന വഴിയിൽ തന്നെ ചക്ക വീണ് ചതഞ്ഞരഞ്ഞ് കിടക്കുകയാണ്. ചക്ക ആവശ്യമുള്ളവർക്ക് ഇങ്ങ് പോരേട്ടോ. തൊടുപുഴയിലെ വണ്ണപ്പുറത്തടുത്തുള്ള സ്ഥലമാണ് ഇടുക്കിയുടെ ഈ സുന്ദര വെള്ളച്ചാട്ടമുള്ളത്. വണ്ണപ്പുറത്ത് നിന്ന് 24 കിലോമീറ്റർ ദൂരമുണ്ട് ഇവിടേക്ക്. ഇടുക്കിയുടെ അതിരപ്പിള്ളിയായി തന്നെ നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കാം. ഇടതുറന്ന കാട്ടിലൂടെയും പാറക്കൂട്ടങ്ങൾക്കിടയിലൂടെയൊക്കെ മഴക്കാലത്ത് വളരെ വിസ്താരത്തോടു കൂടി ഒഴുകുന്നതായിട്ടുള്ള പുന്നിയാർ വെള്ളച്ചാട്ടം സുന്ദരതയോടൊപ്പം അതിഭയാനകമാണ് കേട്ടോ. 80 അടി ഉയരത്തിൽ നിന്നാണ് വെള്ളം താഴേക്ക് പതിക്കുന്നത്. സന്ദർശിക്കാൻ ഏറ്റവും നല്ല സമയം ജൂൺ മാസം മുതൽ ഡിസംബർ മാസം വരെയാണ്. മഴക്കാലത്തും മഴ കഴിഞ്ഞുള്ള മാസങ്ങളിലുമാണ് പുന്നിയാർ ഏറ്റവും സുന്ദരമാകുന്നത്. പ്രത്യേകിച്ച് ഒക്ടോബർ മുതൽ ഡിസംബർ വരെയാണ് ജലപ്രവാഹം ശക്തമായിട്ട് കാണപ്പെടുന്നത്. മഴക്കാലത്താണെങ്കിൽ പാറകൾ വഴുക്കലുള്ളതാകാം, ശ്രദ്ധിച്ചിറങ്ങണം.
വെള്ളത്തിൻ്റെ ഒഴുക്ക് ശക്തമായ സമയങ്ങളിൽ താഴേക്ക് ഇറങ്ങുന്നത് അപകടകരമാണ്. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നമ്മളിവിടെ ഉപേക്ഷിച്ച് പോവുകയും ചെയ്യരുത്. പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ടുള്ള യാത്രയാണ് ഏറ്റവും നല്ലത്. ഇവിടേക്കുള്ള റൂട്ട് ഇങ്ങനെയാണ്. കോതമംഗലത്ത് നിന്ന് മൂന്നാറിലേക്കുള്ള വഴിയിൽ നേര്യമംഗലം പാലം എത്തുന്നതിന് മുമ്പ് തലക്കോട് തിരിയുന്നൊരു വഴിയുണ്ട്. അവിടെ നിന്ന് വെൺമണിയിൽ എത്തിച്ചേർന്നിട്ട് പഴയരിക്കണ്ടം വന്നിട്ട് സെൻറ് തോമസ് ഓർത്തഡോക്സ് പള്ളി കഴിഞ്ഞിട്ട് കുറച്ച് മുമ്പിലേക്ക് വന്നാൽ ഒരു കപ്പേള കാണാം. അവിടെ നിന്ന് ഇടത്തേക്കുള്ള വഴി തിരിഞ്ഞിട്ട് ഒരു 1.5 കിലോമീറ്റർ പോന്നാൽ വെള്ളച്ചാട്ടത്തിനരികിൽ എത്തിച്ചേരാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. ഈ ഒരു കൊച്ചു വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുകയാണ്. ഇവിടെ നിർത്തുകയാണ്. പുതിയ യാത്രാവിശേഷങ്ങളുമായിട്ട് ഉടനെ വരാം.